ഇന്നത്തെ വീഡിയോ കുക്കിംഗ് ഒന്നല്ല കേട്ടോ. ഞാൻ ഓയിൽ പേസ്റ്റിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നൊരു വർക്കാണ്. പിന്നെ ഇതുപോലെ ഞാൻ എഴുതിയിട്ടൊന്നും ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യണതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കും ട്രൈ ചെയ്താലോ എന്നിങ്ങനെ തോന്നാറുണ്ട്. അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. കുഴപ്പമില്ലാതെ കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയാം. അപ്പോൾ ഞാനിവിടെ ഒരു A3 സൈസ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്, ഡ്രോയിങ് ഷീറ്റാണ്. അതിൽ ഞാനിങ്ങനെ പെൻസിൽ കൊണ്ട് എഴുതി കൊടുത്തിട്ടുണ്ട് മാഷാ അല്ലാ എന്നുള്ളത്. വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല. ഞാനപ്പോൾ ആദ്യം തന്നെ ഓയിൽ പേസ്റ്റിൽ വെച്ചിട്ട് ഇതുപോലെ 2 കളറായിട്ടാണ് കൊടുക്കുന്നത്. യെല്ലോ ലൈറ്റ് ഗ്രീനാണ് കൊടുത്തിട്ടുള്ളത്. ഇടവിട്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എഴുതിയതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ കൊടുക്കുമ്പോൾ പെൻസിൽ കൊണ്ട് എഴുതിയതൊന്നും മാഞ്ഞു ഒന്നും പോണില്ല കേട്ടോ. അതൊന്നും എനിക്കറിയില്ല, ഞാനങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ മാഞ്ഞൊന്നും പോയിട്ടില്ല. ആ എഴുതിയതൊക്കെ അവിടെ കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പിക്ചറിൽ കാണുന്നുണ്ടാവും എഴുതിയത്. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ടിഷ്യൂ പേപ്പർ കനമില്ലാത്ത എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് അമർത്തി തുടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ല കോമ്പിനേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. വീഡിയോയിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അത് ഫുള്ളായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം മാർക്കർ വെച്ചിട്ട് വരച്ച് നോക്കി. അപ്പോൾ ആ ഓയിൽ പേസ്റ്റിലോണ്ട് കളർ കൊടുത്തോണ്ടാണ് തോന്നുന്നത് അത് ക്ലിയറായിട്ട് വരക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മാർക്കറിൻ്റെ കുഴപ്പമാണെന്ന് വിചാരിച്ചിട്ട് വേറെ മാർക്കർ എടുത്ത് വരച്ച് നോക്കി. അപ്പോൾ അതും അങ്ങനെ തന്നെയായിരുന്നു. അതല്ലാതെ ഞാൻ സ്കെച്ച് വെച്ച് വരച്ച് നോക്കി, എന്നിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവസാനം ഞാൻ ഡ്രോയിങ് പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് വരച്ചപ്പോഴാണ് ശരിയായത്. അപ്പം ഞാൻ ഫുള്ളായിട്ട് ആ ഡ്രോയിങ് പെൻസിൽ കൊണ്ട് തന്നെയാണ് ഔട്ട്ലൈൻ കൊടുത്തതും അതിൻ്റെ ഉള്ളിൽ കളർ കൊടുത്തതൊക്കെ ഈ പെൻസിൽ വെച്ചിട്ടാണ്. സ്കെച്ചും മാർക്കറും ഒന്നും വെച്ചിട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ പെൻസിൽ വെച്ചിട്ട് ഞാൻ ഫുള്ളായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ വരച്ച് കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ഫൈനൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്, എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്